ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന പുരോഗമിക്കുന്നു. മഹായജ്ഞത്തിന്റെ 25ാം ദിവസമാണ് ഇന്ന്. ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ക്ഷേത്രത്തിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം 6-ാം തീയതി മുതൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയുടെ 25ാം ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കലശാഭിഷേകമാണ്. അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലി കലശകുംഭത്തിലേക്ക് അർച്ചന നടത്തുന്നു. ആ കലശത്തിലുള്ള കളഭം തൊട്ടടുത്ത ദിവസം ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കലശം ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത ശേഷമാണ് ഭഗവാനിൽ അഭിഷേകം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രദക്ഷിണ ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. നിരവധി സ്ത്രീകൾ, അമ്മമാർ താലപ്പൊലിയേന്തി നിൽക്കുന്നുണ്ട്. ഇതിന് അകമ്പടി സേവിക്കുവാൻ വേണ്ടി വാദ്യമേളങ്ങളുടെ അകമ്പടിയുണ്ട്. അങ്ങനെ വലിയ ഉത്സവം തന്നെയാണ് ഈ മഹായജ്ഞവുമായി ബന്ധപ്പെട്ട ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ 25ാം ദിനമാണ്. 27 നക്ഷത്രങ്ങളിലും വിഷ്ണു സഹസ്രനാമ അർച്ചന, കൂടാതെ 28ാം ദിനം ലക്ഷദീപാർച്ചനയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. അവിടെയുള്ള മലയാളി സാന്നിധ്യം എടുത്തു പറയേണ്ടതല്ലേ ആ ക്ഷേത്രത്തിലെ അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ഡൽഹിയിൽ നിരവധി ക്ഷേത്രങ്ങൾ, മലയാളികളുമായി ബന്ധപ്പെട്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട്, നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ തന്നെ വിഭിന്നമായി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ മഹായജ്ഞം കൂടി നടക്കുകയാണ്. ഈ ഉത്തരേന്ത്യയിൽ ഈ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന എന്നുള്ളത് ആദ്യമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിശേഷാൽ ചടങ്ങ് അത് ഇതുമായി ബന്ധപ്പെട്ട് അത് കേട്ടറിഞ്ഞും ഒപ്പം തന്നെ ഇതിൻ്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞും നിരവധി ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അത് മലയാളികൾ മാത്രമല്ല എന്നുള്ളതാണ്. മലയാളികൾക്ക് പുറമേ മറ്റ് അനവധി നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ഡൽഹി NCRൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മറ്റ് ഇതര ഭാഷയിൽ ഉള്ള ഭക്തരും ധാരാളമായി എത്തുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങുകൾ വളരെ വിശിഷ്യമാണ്. ഇതിൽ പങ്കെടുക്കുക തന്നെ എന്നുള്ളത് അത് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമായി തന്നെ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും, ഡൽഹിയിൽ നിന്ന് മാത്രമല്ല ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ ഒക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇതിനായി എത്തുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു സവിശേഷത തിരിച്ചറിഞ്ഞാണ് ഈ ഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന എന്നുള്ളത് ഉത്തരേന്ത്യയിൽ അത് ആദ്യമായി നടക്കുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ ഈ അർച്ചനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നു. രാവിലെ എത്തുന്ന ഭക്തർ ഇവിടെ ക്ഷേത്രത്തിലെത്തി ഈ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയുടെ ഭാഗമാകുന്നു, അർച്ചനയിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിന് കാർമ്മികത്വം വഹിക്കുന്ന തന്ത്രിശ്രേഷ്ഠനടക്കമുള്ളവർ ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമ മന്ത്രങ്ങൾ പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ ചൊല്ലുവാൻ വേണ്ടി രാവിലെ തന്നെ ഭക്തർ ഇവിടെ ധാരാളമായി എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഞായറാഴ്ചയോടുകൂടിയാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അവസാന ദിനങ്ങളിലേക്ക്, ഈ അർച്ചനയുടെ മഹായജ്ഞത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലേക്ക്, വലിയ ഭക്തജന പ്രവാഹം. എന്തായാലും ആ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയിൽ നന്ദഗോപൻ പങ്കെടുത്തു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകുന്നത്.